വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു. വെളിവിയടിയാരകില ധാരമതാ വെളിവും നീ ഞങ്ങളെ നീ പരിശുദ്ധ വേണ്ട കഷ്ടത വീഴ്ചയുമടിയ ഒഴിക്ക സൽക്രിയകൾക്കുമല സംഗതി വരണേ ഞങ്ങൾക്ക്. ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈകൊണ്ട് അൻപാലടിയാരെ കാത്തുക. മോചനമതിനായി പാപികളെ വരുവിൻ യാചിപ്പിൻ. മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ. യാചിക്കുന്നോർക്കും അന്വേഷിപ്പോൻ കൈക്കൊള്ളും. കർത്താവേ നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോ കരുണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദീക്കുന്നാൾ നിൽക്കണമവർ വലഭാഗേ. നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദീക്കുന്നാൾ നിൽക്കണമവർ വലഭാഗേ. കർത്താവായ യേശുമശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ
എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങളാരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു.
ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളിൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോട് കൂടെ വന്ന് അവനെ യാത്രയച്ചു. ആമീൻ. ഹബീബായി ബറക്മോ ധന്യം ചൊൽകടേ നിദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കഴിക്കും പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിയർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും മഹായി പാലിക്കുമോ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെയൊക്കെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർക്ക് മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചേ കൊള്ളുവീൻ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാമം വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവുന്നതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിയും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചം ശിരവസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിച്ചിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവീൻ. ആഹായി പാർക്കുമോ. നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള ജനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം.
ഇവർക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ കന്യമറിയാവിൽ ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ളവനും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ചെയ്തു ആകയാൽ ഏത് സമയത്താണ് നിങ്ങളുടെ യജമാനൻ വരുന്നതെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിപ്പീൻ. ഏത് യാമത്തിലാണ് കള്ളൻ വരുന്നതെന്ന് വീട്ടുടമസ്ഥന് അറിയാമായിരുന്നുവെങ്കിൽ അവൻ ജാഗ്രതയോടുകൂടിയും കൂടിയിരിക്കുകയും തന്റെ വീടിന് തുരങ്കം വയ്ക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത സമയത്താക്കിയാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. തക്ക സമയത്ത് തന്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുപ്പാൻ അവർക്കായി യജമാനൻ നിയമിച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും? യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിന്റെ മേലാമായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എന്റെ യജമാനൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തന്റെ കൂട്ടുകാരെ അടിപ്പാൻ തുടങ്ങുകയും മദ്യപന്മാരോട് കൂടി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ പിരിച്ചയക്കുകയും അവന്റെ അവകാശം കപടഭക്തരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പലകടയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ദൈവസുധാ ശുദ്ധകാരേ മേരക്തങ്ങൾ നിന്റെ ജനത്തിനു ഭാഗിച്ചോ രാജാര്യന്മാർക്ക് നിന്നാഗമനേ നന്മണിയല ഭോഗി വാനവരോപ്പം വിണ്ണവസംഗത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാനും സന്തോഷിപ്പാനും സ്തോത്രം ഘോഷിച്ചിടാനും ഹല്ലേലൂയ യോഗ്യത നൽകേണം സ്തോമങ്കാലോ എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ലവന്റെ നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഗോകുൽത്തായുടെ ഉയരത്തിൽ വെച്ച് കലർത്തപ്പെടുകയും അത് മുഖാന്തരം പാപികൾ മോചനം പ്രാപിച്ച് അന്യായത്തിൽ നിന്ന് വെടിപ്പാക്കപ്പെടുകയും ചെയ്ത സ്തോത്രത്തിന്റെയും രക്ഷയുടെയും കാസായും സ്ലീബാമേൽ വെച്ച് ചൊരിയപ്പെടുകയും അതിനാൽ സർവ്വജാതികളും മുദ്രകുത്തപ്പെടുകയും മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്ത പാപപരിഹാര രക്തവുമായ കർത്താവേ, നിനക്ക് സ്തുതി. നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നതിനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ വന്ധ്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും
മറക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവരുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദേവതോദയങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞ തളിക്കണമേ. കർത്താതി കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപമണികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിനെ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്ത്യാന്തി ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കുൽ സുബ്ഹാൻ ലമൽമീൻ. സകലത്തെയും സൃഷ്ടിച്ചു ക്രമീകരിക്കുന്ന ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാനേ, നീ ലോകങ്ങളുടെ രക്ഷാകരമായ ജീവശ്വാസവും അനശ്വരതയുടെ നിർമ്മല പൂർവ്വനും മരണമില്ലായ്മയുടെ പരിമളവാസനയുമാകുന്നു. നിന്റെ ദിവ്യജ്ഞാനമാകുന്ന സൗരഭ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നിറച്ചു. തിരുമുമ്പാകെ നിൽക്കുവാനും അവരുടെ നീങ്ങളായ നിന്റെ ദിവ്യ രഹസ്യങ്ങളെ പരിചരിച്ച് അനുഷ്ഠിക്കുവാനും എളിയവരും മൺമേരുമായ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തു. മാലാഖമാർ പോലും ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന അവർണ്യങ്ങളായ നിന്റെ ദിവ്യ രഹസ്യങ്ങളെ പരിചരിക്കുവാനും അനുഷ്ഠിക്കുവാനും നീ ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും വ്യർത്ഥ ചിന്തകളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ നീ സ്വതന്ത്രമാക്കി രക്ഷിക്കണമേ. ലഘുവും ആനന്ദപ്രദവുമായ നിന്റെ മുഖത്തിൻ കീഴ് ഉത്തമവും പരിപൂർണവുമായ സേവനം നിനക്ക് ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളുടെ ഉണർവോടും സൽപ്രവർത്തികളോടും കൂടെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തിരുമുമ്പാകെ ഞങ്ങൾ ജീവിക്കുമാറാകണമേ. സൗഭാഗ്യകരമായ പര്യവസാനത്തിലേക്കും ദുഃഖങ്ങളും വിഷമങ്ങളും നെടുവീർപ്പുകളും ഇല്ലാത്ത മാലാഖമാർക്ക് അനുയോജ്യമായ ജീവിതത്തിലേക്കും ഞങ്ങൾ ചെന്ന് ചേരണമേ. ആയതിന്റെ കൃപയാൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ കൽപ്പിച്ചയച്ച വാഴ്ത്തപ്പെട്ടവനും ധന്യനുമായ നിന്റെ പിതാവിന്റെ തിരുവിഷ്ടത്താലും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താലും ഇവ സാധിക്കുമാറാകണമേ. ഹോശോ വക്കുൽ സുബ്ഹാൻ ലമൽമീൻ. അവിടുത്തെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. പരിശുദ്ധരായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും പരിശുദ്ധനുമായ റൂഹ പരിശുദ്ധൻ. നമ്മുടെ ആത്മാക്കളുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകലവാങ്ങിപ്പോയവരുടെ ആത്മാക്കളുടെ മേൽ
രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും മനസ്സലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ രൂപത്തെ ശുദ്ധീകരിക്കുന്നു. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ല ഉണ്ടെന്ന് ഈ വന്യപിതാവിന്റെ പ്രാർത്ഥനയായി ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും ഞങ്ങൾക്ക് വേണ്ടി
സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വക്കുൽ സുബ്ഹാൻ ലവൽ മീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്ത് വന്ന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാളികയിൽ ശിഷ്യന്മാരോട് ഉദ്ധാരത്തിൻ നാടുകളിൽ നാദം കൽപ്പിച്ചാനേവം സ്ലോമോപ്രിയരേ നിങ്ങളെ സ്ലോമോ വാഴട്ടെ നാളും ലോകാന്ത്യത്തോളം തന്നെ. സ്ലോമോ വാഴട്ടെ നാളും ലോകാന്ത്യത്തോളം തന്നെ. പാറയ്ക്കുമോ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കണ്ണുകളെ കർത്താവിന്റെ മുമ്പാകെ നാം തല കുനിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കുൽ സുബ്ഹാൻ ലവൽ മീൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങൾക്ക് നീക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വക്കുൽ സുബ്ഹാൻ ലവൽ മീൻ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും മണത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കുറവില്ല പിതാവിന്റെ നികളാൽ നമ്മുടെ മാതൃകപ്പെടുത്തിയിരിക്കുന്ന ധൈര്യവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ളവരെയും സകലത്തിന്റെയും ഇടയിലാൻ പിതാവാം ദൈവത്തിന് നിരന്തരം സമാധാനത്തിലും മടങ്ങുന്നു. ഈ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ ഇരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ഭയഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, പരിശുദ്ധ മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും കിടങ്ങളോടൊരുമിച്ച് കീർത്തന ശബ്ദത്താൽ ഞങ്ങൾ കാതീശ് പാടി ഉച്ചൈസ്തരം നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസഖിനാൻ ഫമറീനാ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി
അസോ ശുദ്ധീകരിച്ച മുറിച്ച പരിശുദ്ധ സ്ലീഹന്മാരായ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ അവരോട് ഇത് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. പ്രകാരം തന്നെ താഴെ കഴിഞ്ഞ ശേഷം വീഞ്ഞു വെള്ളവും ചേർത്ത് കലർത്തിയ കാസായം എടുത്ത് സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച പരിശുദ്ധ സ്ലീഹന്മാരായ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ അവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമത്തിൻ്റെതായ എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് അരുളി ചെയ്തു. എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രവചനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവ്വം അപേക്ഷിക്കുന്നു. എന്റെ വാത്സല്യമുള്ളവരെ ഈ സമയം നിങ്ങളോടും എന്നോടുത്തരമരുളേണമേ. കർത്താവേ എന്നോടുത്തരമരുളേണമേ. കർത്താവേ എന്നോടുത്തരമരുളേ. ദൈവതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഇതിനെ ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ ശരീരമായി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. കലർത്തപ്പെട്ട ഈ കാസായി ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ രക്തമായി ബുദ്ധികരിക്കുമാറാകട്ടെ. കർത്താവേ തിരുശരീരങ്ങൾ അനുഭവിക്കുന്നത്
ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. ഓശോ വക്കുൽ സുബ്ഹാൻ ലവൽ ബി. ഇന്ന് ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാൽഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്ന സിദ്ധിവാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നടത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീസ്മാരായ അബൂർമാർ ഇഗ്നാത്യോസിനു വേണ്ടിയും അബൂർമാർ ബെസലിയോസിനു വേണ്ടിയും അബൂർമാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ ഈ വന്ധ്യാപിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകലമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ ഓർത്താനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നിയമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമി. ആശികളുടെയും രക്ഷവേണ്ടിയും വേഗത്തിന്റെയും രക്ഷയ്ക്കുവേണ്ടിയും വിനായകന്റെ സമയത്തിന് ഓർമ്മയായിട്ട് നിസ്സാരമായി ഞങ്ങൾ മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിപ്പെടുത്തില്ല വിശ്വാസികളെയും സത്യക്രിസ്ത്യാന്മാരോ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിപ്പെട്ടിരിക്കുന്ന ഈ വിശ്വസഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യം ഐക്യവൃദ്ധം കഴിക്കാനായിട്ടും അവർ സുഹൃത്തും നിലയിൽ തീരുവാനായിട്ട് കർത്താവോട് നാം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷാ ശബ്ദം നീ ശ്രദ്ധിച്ച് കേൾക്കണമേ. നിന്റെ സഭ നിനക്ക് സമർപ്പിക്കുന്ന കാഴ്ചകളെയും ആദ്യഫലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമി. സത്യവിശ്വാസത്തിൽ നിർമ്മിച്ച വികാസികളെയും സത്യക്രിസ്ത്യാനികളുമായ സർവഭരണകർത്താവ് ഞങ്ങൾ ഓർക്കുന്നു. പ്രകാരം വിശ്വാസം ഞങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമ്മേളനം സുഹൃത്തുക്കളെ തീരുവാനായിട്ട് കർത്താവോട് നാം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ മനസ്സുകളെ നീ സമാധാനപൂർണമാക്കി തീർക്കണമേ. അസൂയാലുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമി. ഭൂമിയിലെ സർവവംശങ്ങളിൽ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധികളോളം മഹത്വങ്ങളോളം അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരെ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലേഹന്മാരെയും ഏവൻഗേലിയോസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാരന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ യൂഹാനാൻ മാബ്ദാനെയും ശമാശന്മാരിൽ പ്രധാനിയും സഹദയന്മാരിൽ മുമ്പിനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ സ്തെഫാനോസിനെയും സ്ലേഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട പത്രോസിനെയും പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലേഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവിടെ വാക്ക് നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമി. ബാരക്കുമോ സ്ലേഹ്യവും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു വന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്തെ ശുദ്ധതയോടെ മുമ്പോട്ട് പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും
നിക്കായാലും കൊസ്തുനിനോപോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മോനോപദോസിനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ കരിച്ചിരുമായ പിതാക്കന്മാരെയും ഊസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദേവനാസോസും മത്താനാസോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്യോസും ബിലക്സിനോസും അന്തീമോസും മിയാവാനിസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദേവമാതാവെന്നില്ല ഇപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ സേവേരിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് ദാനായും മാർ അപ്രയും മാർ യാക്കൂബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരെ തലവനായ മാർ ബൗസമോയും മാർ സെമോൻ ദോസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാ ബെസലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗീഗോറിയോസും മാർ ദേവനാസോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു വന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ മുമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടെ വാക്ക് നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മ പ്രേരിതമായ വിശ്വാസത്തെ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ കൂടെ നിന്നെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭാഗ്യകരമാവിധ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഹോശോ വബുകുല സുബാൻ ലഹോൽമീ പാറയ്ക്കുമോ രൂപങ്ങളുടെയും സലാജനങ്ങളുടെയും ഉടമനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിത്യം പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായ ഈ പരിശുദ്ധ മധുവായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അറിവുകളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മസിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോന്ന് അട്ടഹസിച്ച് പറയണം. വിശ്വാസികളായ ഞങ്ങളുടെ പരേതൃഢ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റ് ആരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പരേതരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കിക്കളയണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവേശ്വശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിച്ച പുകഴ്ത്തുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലഹോൽമീൻ. ആമേൻ.
എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. 285. ആചാര്യന്മാർ കാശ്വാസം നൽകേണം നാഥ, സിദ്ധന്മാരോ വാസം തന്നിൽ വാങ്ങിപ്പോയോ ഉദ്ധാനത്തിൻ നാളിൽ ജീവൻ ഏകി തേജോ വസ്ത്രം നൽകും നോനേ സ്തോത്രം. ആചാര്യാലം ഗാരത്തെ പാടും നോക്കി ശമ്മാശന്മാ തന്മാഹാവ്യം പാടേ നീക്കി സഭയിൽ തോഴ പാതാളത്തിൽ മണ്ണായി പോയി ഇന്നാൾ വീണ നാദം പോയി പോയി മൗനം പൂണ്ടു. സഭയിൽ നിന്നു ഗീതോദ്ഘോഷം കേൾക്കുന്നില്ല. ദേവാകാരി ഗാനാലാപം ശൂന്യപ്പെട്ടു. വാവിട്ടയ്യോ കേഴും ആചാര്യതാരങ്ങൾ നാദാഭാവേ ശുദ്ധസ്ഥാനം കേണിടുന്നു. ലോകം വിട്ടോ രാജായന്മാർ നിന്നോടൊപ്പം സാഘോഷം നീ വന്നിടുമ്പോൾ മോദിക്കേണം. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായുകളെയും അധരങ്ങളെയും നീ തുറക്കുകയും ഞങ്ങൾ എല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ തിരുമേനിയുടെ രക്ഷപ്പെടണമേ. നമ്മുടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ബലഹീനരായ ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ. പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റേതും നിന്റെ ഏകപുത്രന്റേതും പരിശുദ്ധാത്മാവിന്റേതുമാകുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം
കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങളെയും നീക്കി ഞങ്ങളെ വെടിപ്പാക്കണമേ. നിന്റെ ഏകപുത്ര ശരീരരക്തങ്ങൾ വെടിപ്പോടെ ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഹോശോ വബുകുല സുബാൻ ലവുൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. തൈബൂസോ പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും സാരാംശത്തുന്നായിരിക്കുന്ന തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. ശുഭഹോ കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ചു പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാകുന്ന ജീവനുള്ള ഏക പരിശുദ്ധമായി നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Maria,
പാർത്തും നീതിയതിന്നാചാര്യന്മാരും മഹിമേദയവാന്മാരും ഹാലേ ലൂയോ ഹാലേ ലൂയ നിന്റെ അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം സാക്ഷിയെയും പാലിക്കുമോ പോലെ ബ്രോവൽ റോഹോ കാദീശോ ശുദ്ധിയുടെ ശുദ്ധ്യാപസ്കുദിശ എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവിടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മഹാപുരോഹിതനും നാലന്തുകളെ വിധിച്ചു കൊടുക്കുന്നവനും തന്റെ അടിയാരെ കുപ്പയിൽ നിന്നും തന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തുകയും തന്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അവരെ അധികാരപ്പെടുത്തുകയും ചെയ്യുന്നവരുമായ കർത്താവിന് സ്തുതി. തനിക്ക് തന്റെ ആചാരന്മാരുടെ ഓർമ്മ കഴിക്കപ്പെടുന്ന ഈ സമയത്തും സകല നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായായ ദൈവം തമ്പുരാനെ, മലിനന്മാരും വെടിപ്പില്ലാത്തവരുമായ നിന്റെ ദാസരായ ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും കൊടുത്തതിനു മുമ്പാകെ ശുശ്രൂഷിച്ചിട്ടുള്ള പെൺമയുള്ള ആചാര്യന്മാരും വെടിപ്പുള്ള ഷമ്മാസന്മാരുമായ ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടിയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും നിന്റെ ആർദ്രതയോട് യാചിക്കുകയും ചെയ്യുന്നു. ആകയാൽ കർത്താവേ, ഇവരോടൊന്നിച്ച് ന്യായവിധിക്കാൻ നീ പ്രവേശിക്കരുത്. എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവാകട്ടെ കട്ടിളപ്പടികളിന്മേൽ ചവിട്ടിടേണ്ട കാലുകൾ തേക്കനകളിന്മേൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. എന്റെ കർത്താവേ, നിനക്ക് ആത്മീയ കാര്യങ്ങൾ പാടിയിട്ടുള്ള വായ്കളും നാവുകളും അടയ്ക്കപ്പെട്ടവയും ബന്ധപ്പെട്ടവയുമാക്കി തീരുവാൻ തന്നോണം നീ മൗനമാക്കി തീർക്കരുതേ. എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ പുസ്തകങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പൊഴുവിനും കൂടുകളാക്കി തീരുവാൻ തക്കവണ്ണം നീ അന്ധകാരപ്പെടുത്തരുതേ. എന്റെ കർത്താവേ, വന്യങ്ങളും പരിശുദ്ധങ്ങളുമായ നിന്റെ പുതാശകളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ തീക്കരകളാൽ ചുരുണ്ടു പോകുവാൻ തക്കവണ്ണം നീ തളർത്തിക്കളയരുതേ. എന്നാലോ കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീന അപേക്ഷകളെ കേൾക്കണമേ. ഞങ്ങളോരും പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളെയും അകൃത്യങ്ങളെയും നീ മായ്ച്ചു ക്ഷമിക്കണമേ. എന്തെന്നാ നീ ഉത്തമനും ദാനങ്ങൾ സമ്പന്നനും നൽവരങ്ങൾ സമൃദ്ധിയുള്ളവരുമായ കർത്താവാകുന്നു. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നിൻ കൃപയിൽ മരണമടഞ്ഞ ജീവാസുരമരുളർക്കണമേ കബറിനുദ്യാനത്തിനായി സൗമൻകാരസ്തുതിയായി ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ വേർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീന്തി എന്നും അവൻ ജീവിപ്പാൻ അങ്ങേറ്റു പരീക്ഷയാ എന്നും സന്നകളിലും മഹത്വം മൊഴിയോറാകെ വേലൈനുവാറാകെ നിന്റെ വരം വെള്ളത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടീടേണം. വിശുദ്ധ കുർബാനയിലുള്ള പ്രാർത്ഥനകൾ എന്റെ കർത്താവേ എന്റെ കർത്താവേ, എന്നെ ഭക്ഷിപ്പാനെന്നെ യോഗ്യനാക്കണമേ. എന്നെ ഭക്ഷിപ്പാനെന്നെ യോഗ്യനാക്കണമേ. എന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർഭോഗങ്ങൾ ക്ഷയിച്ചു പോവുകയും എന്റെ ദുർഭോഗങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എന്റെ ജീവനാശായ പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും എന്റെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകരുര ചെയ്ത കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി തന്റെ ദാസർക്ക് നൽകപ്പെടുന്നു. അഗ്നിമായന്മാരെ നോക്കി വിറച്ചിടുന്നു. അവനെ ആദാമ്യർക്കായി
ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പതുക്കത്തിന് വേണ്ടി പരിപാലിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായുള്ളവേ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ ദൃശ്യരക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായി വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിയാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ നൽകുന്നവരുടെ മേലും ഇവയെ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരും എല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവത്തമ്പുരാനേ, ഞങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ചെയ്യണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ ഇടപെടാതെ സ്തുതി സമർപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവം തമ്പുരാനെ, ദൈവത്തോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. രക്ഷകനെ പ്രതിസ്തേഫാനോസ് ആത്മാവേശാൽ ഘാതകരോടായി സാക്ഷ്യമുരച്ചാൻ എൻ പീഡകരോടി പാപം നീ ഓർക്കരുതേതോ. ഘാതകരെ പ്രതി തന്നാഥൻ പോൽ യാചന ചെയ്ത സ്വീകാരകനും ബലിയും കർമ്മിയുമായ ദയാബ്ദേ, കർമ്മികളഖിലം മോചനമേകും
നിന്നെ നമിപ്പൂ. അപരാധങ്ങൾ മോചിച്ചവരെ വനതിലമരും നിന്നുടെ ഭോജന ശാലയിലാക്കുക കരുണാസിന്ധോ. കാഴ്ചയതേ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിജയശ്ലീബയാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റോഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്തോടെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. പട്ടക്കാരോട് അണിയിച്ചാരവനരിശന്തങ്ങളുടെ സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളാതെ. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ നിൻ ബലിയാലൻ ഓർമ്മഴിക്കണമേ. ഗോകുൽക്കായിൽ ദാഹം നീക്കി കൊഴിയ ചോരതാലും എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാടെ സ്തുതായതിനായി മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമാക്കണമേ. രക്ഷക നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അതിനാൽ പുണ്യപ്പെട്ടവരോട് എന്നെ യോഗ്യരാക്കണമേ. കർത്താവേ, നിന്നുടെ നിത്യ സ്വർഗമതായ ഒരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ എപ്പോഴും എപ്പോഴും എന്നേക്കും നിത്യസ്തുതി കർത്താവിനും ദിവസങ്ങളിലും വാതിലും ഉണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയിന്മേലുണ്ടാകണമേ. കൃപയുണ്ടാകുക മടിയനതാ എന്മേൽ കൃപയുണ്ടാകണമേ. ഒരുപോലെ കൃപയുണ്ടാകണമേ. ഉൾക്കൊണ്ടൂരി നിന്മയും തിരുരക്തമതും ശിക്ഷാധികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളായി നിൻവലമതിൽ നിൽക്കുന്നതിനും ഹാലേലുയ്യ ധൈര്യസമേതം ഇതുപോലെ താഴ്വരയിൽ വിളിക്കുകയും നീയവരെ കർത്താവെ ഞങ്ങൾ ഭക്ഷിച്ച് നിന്നെയും വിശ്വാസത്താൽ പാനം ചെയ്തോരുവരെയും രക്തമതും തീരത്തിൽ പാലമുണ്ടായി തീർന്നേക്കണമേ. ഹല്ലേലൂയ. ജീവൻ നിത്യം പാർക്കുമോ. വിശുദ്ധായി മാളികയിൽ തന്നിരുമേനി കണ്ണീച്ചാതാമ്യരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാതന്നിൽ ചേർത്തൊരു ഹാലേലൂയ സുതനായി സ്തോത്രം. പുതുജീവൻ നിന്നോട് കൈക്കൊണ്ടോരാ കൈകൾ അവസാന വിജയം വിശ്വസനീയങ്ങൾ ഞെട്ടിയിടല്ലേ. നിൻ ശൈത്യം കൊണ്ടവടാനെ ഹല്ലേലൂയ നീക്കപ്പെടണേ. വിലോലം വിലോലം വൽമീനാമിൽ തായി രക്ഷകനാമിഷത്തിന്മേൽ കഞ്ചെന്നു മരിച്ചോ. ഇടിവേൽപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ മലതൊഴിച്ചു. ഹാലേലൂയ മോദിപ്പിച്ചു. കർത്താവേ, ദാസികൾക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ
ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന ഇവർക്ക് എല്ലാവർക്കും പരിമളവാസ്യം ഭവിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ തിരുവിഷയത്തിൽ പ്രീതിപ്പെട്ട് കരുണയോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുകയും ചെയ്യണമേ. ജീവൻ മൂശ മൃഗബലിയാൽ നൽകിയെങ്കിൽ ജീവനും നിൻ ബലിയാലെ വിശ്വാസികളായി ഞങ്ങളോട് ഗുണയണമേ. ഞങ്ങളുടെ പിതാവേ, മറിയമേ, നിനക്ക് സമാധാനം. Thank you, sir. കൃപ ചെയ്യണമേ നാഥാ, കൃപ ചെയ്യണമേ ദേവാദീശ നാഥാ, തിരുമുൻപിൽ ഞങ്ങളടച്ചോരി പരിമളധൂപത്താൽ പാപം നീക്കണമേ, വിട പോക്കണമേ. ശ്രീവായാൽ രക്ഷിച്ചവനാ ജീവസുധാ കരുണാദിവസേ നിർമ്മലമായി ഞങ്ങളെ നിർത്തണമേ. നയനാഗോചരമായരത്തിൽ നിന്നു നിന്മാഹാത്മ്യത്തെ താഴ്ത്തി സ്വഹിതത്താൽ നരനായി ദുർബലരാമരുടെ ആദിവ്യാധികളെ തീർത്തോ ദാതജനെ സ്വയമുത്ഭൂത സ്തുതിനാഥം ധന്യം. എല്ലാവരോടുമായിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ഇതിന്റെ മനസ്സിനോടൊപ്പം ചേർന്ന് നമ്മുടെ ഇടവകയുടെ ഒരു ചിത്രം എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കുർബാനയെ സംബന്ധിച്ച് എല്ലാവരും തന്നെ തിരുമയോടൊപ്പം ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിനായിട്ട് ദേവാലയത്തിന്റെ നമസ്കാര മേശയുടെ ഭാഗത്തേക്ക് കടന്നു വരുന്ന നമ്മൾ തന്നെ സ്നേഹത്തോടെ ഓർമ്മിക്കണം.